എല്ലാവരും വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. വിശപ്പില്ലാണ്ടായിട്ട് ഒരാഴ്ചയായി. ഇത് ഒരാഴ്ചമൊന്നും തീരൂല കേസ്. പൊന്നാര കോയ ഏതൊരാഴ്ചമ്മ തീരൂല. ഇത് നമ്മളെ കുഞ്ഞാമുവാണ്. കുഞ്ഞാമുവിന് സദസ്സിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാമുവിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞാമു തലി കെട്ടിയിട്ടില്ല എങ്കിൽ തൊള്ളി തോന്നിയതാണ് പറയും. പച്ച മലയാളത്തിൽ കുത്തേക്കേ ബേട്ടേന്ന് അങ്ങോട്ട് വിളിക്കും. അത് കുഞ്ഞാമു തലി കെട്ടിയിട്ടില്ലെങ്കിൽ, തലി കെട്ടിയാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതും വിളിക്കാൻ സാധ്യത ഉണ്ട്. കുഞ്ഞാമുവിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞാമു അതൊക്കെ പറയും. പിന്നെ മാ ബൈന സുറത്തി വർ റുക്കുബ, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ പറയും. അങ്ങനെയാണ് കുഞ്ഞാമുവിൻ്റെ പോക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരാളെ കണ്ണാ കുഞ്ഞാമുവിൻ്റെ വാദഞ്ഞി അങ്ങനെ വരിക. എന്താ, ഒരാളെ കണ്ണാന്ന് വിളിച്ചാൽ പ്രശ്നമുണ്ടോ? ഒരാളെ തലയാന്ന് വിളിച്ചാൽ പ്രശ്നമുണ്ടോ? തലവൻ്റെ മേത്തുള്ളതല്ലേ. ഒരാളെ മൂക്കാന്ന് വിളിച്ചാൽ പ്രശ്നമുണ്ടോ? മൂക്കോൻ്റെ മേത്തുള്ളതല്ലേ. എടാ കയ്യാന്ന് വിളിച്ചാൽ പ്രശ്നമുണ്ടോ? കയ്യോൻ്റെ മേത്തുള്ളതല്ലേ. അതുപോലെ എടാ ആ തുണിൻ്റെ ചോട്ടിൽ കൂടിയുള്ള പേരുകളും വിളിക്കും, അതും അവൻ്റെ മേത്തുള്ളതല്ലേ എന്ന് പറയും. കുഞ്ഞാമി കണ്ടോളികൾ, ഇനി കുഞ്ഞാമീൻ്റെ പോക്കങ്ങട്ടാണ്. ഇനി കുഞ്ഞാമീൻ്റെ പോക്കങ്ങട്ടാണ്. ലാ ശക്കഫി, അതിൽ യാതൊരു സംശയമല്ല. കുഞ്ഞാമ കണ്ടോളികൾ, കുഞ്ഞാമ വലുപ്പം ചെറുപ്പമില്ലാതെ പറയും. കാരണം എന്താ, കുഞ്ഞാമുവിൻ്റെ ജനനത്തിൽ പ്രശ്നമുണ്ട്. കുഞ്ഞാമുവിൻ്റെ ജനനത്തിൽ പ്രശ്നമുണ്ട്. അത് രഹസ്യമായിട്ട് നമുക്ക് ചോദിച്ചാൽ കിട്ടും. കാരണം കുഞ്ഞാമു വലിയ പ്രായം ചെന്ന ഒരു പണ്ഡിതനെ പരിഹസിക്കുന്ന കോലം കണ്ടോളിങ്ങി. അതൊന്ന് കേട്ടോ. നിങ്ങളുടെ ഈ നാട്ടുകാരനായൊരു ഫൈസിയുണ്ട്, സുലൈമാൻ ഫൈസി. അഡ്രസ് സൈദാ പറയുന്നത്. ഈ പേര് പറയണതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ മൂപ്പരിപ്പോൾ അതിന് പറയാൻ നിൽക്കൂലല്ലോ. എങ്ങായി സുലൈമാൻ ഫൈസി നിങ്ങളെ കള്ളത്തരം പറഞ്ഞു, അതല്ല ഇപ്പോൾ കുറ്റം സുലൈമാൻ ഫൈസിക്ക്. അഡ്രസ്സ് പ്രകാരം പറയണമെന്നുള്ളത് അവിടുത്തെ നാട്ടുകാരനാ മൂപ്പര്, കീശേരിക്കാരനാ മൂപ്പര്. അവിടെ ഒരു പിന്നെ വീടിൻ്റെ പോർച്ചിലാണ് ഇപ്പം ഈ പരിപാടി നടക്കുന്നത്. ഒരു വീടിൻ്റെ പോർച്ചിലാണ് പരിപാടി നടക്കുന്നത്. വലിയ ഡയലോഗ് പറയാനായിട്ടൊക്കെ നമ്മൾ പൊതുസമ്മേളനം നടത്തുകയാണ്. അതൊന്നുമല്ല, ഒരു വീടിൻ്റെ പോർച്ചിൽ അങ്ങോട്ടൊക്കെയാണ്. ഈ പോർച്ചിലാണ് ഈ നടക്കുന്നത്. ആ പോർച്ചിൻ്റെ ഫ്ലെക്സ് ഇതുവരെ കഴിച്ചിട്ടില്ല. അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഔലിയാക്കൾക്കെതിരെ സംസാരിച്ചു. ഹബീബരായ മുത്തു റസൂലിന്റെ പേരക്കുട്ടിയായ മഹാനായ സയ്യിദുനാ ഹുസൈൻ, ഇമാം മൗല ഹുസൈൻ, ഹുസൈനാരി തങ്ങൾക്കെതിരെ സംസാരിച്ചു. അതെ, അഹ്ലുൽ അബാഇന്റെ മൗലിദിൽ ലീ ഖംസത്തുൻ എന്ന് വരുന്ന ആ പരിശുദ്ധമായ നമ്മുടെ പാരമ്പര്യമായി മുഅ്മിനീങ്ങൾ മുഴുവനും ചൊല്ലി വരുന്ന ആ വരികൾ ചൊല്ലുന്നത് സിയാക്കളുടെ ഏർപ്പാടാണെന്ന് പറഞ്ഞു. മഹാനരായ ഹുസൈനാരി തങ്ങൾ സ്വീകരിച്ച നിലപാട് ആത്മഹത്യാപരമായ സമീപനമാണെന്ന് പച്ചക്ക് പ്രസംഗിച്ച ഈ നാട്ടുകാരനായ സുലൈമാൻ ഫൈസി എന്ന് പറയുന്ന മുട്ടിപ്പടിയിലെ സ്ഥാപനത്തിലെ മുദർരിസ്. ആളിപ്പോൾ ഹുസൈൻ തങ്ങളെ പറഞ്ഞതോ മറ്റുള്ളവരെ പറഞ്ഞതോ ഒന്നും അല്ല പ്രശ്നം. സുലൈമാൻ ഫൈസി പറഞ്ഞത് ഈ പറഞ്ഞതാണ് എനിക്ക് പ്രശ്നം. അതൊന്ന് കേട്ടോ, എനിക്ക് അറിയാം. നമ്മളെ പണ്ട് വാദപ്രതിവാദിനൊക്കെ അറിഞ്ഞ ആ മനുഷ്യനും അയാളെ അളിയൻ എന്ന് പറയുന്ന കണ്ടാ തന്നെ സഫിയാണെന്ന് മനസ്സിലാവുന്ന ആ മനുഷ്യനും അവരൊക്കെ ആ നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. ഈ വീരാണ്ടീൻ്റെ നേർച്ചയിലും അതിലെ പരിപാടിയിലും ഈ പിന്നെ നൗസും അതേമാതിരി നമ്മളെ കണ്ടാൽ തന്നെ സഫിയായി തോന്നിപ്പോകുന്ന ചങ്ങായി തന്നെ സമദിനെയാണ് പറയണമെന്ന് വെച്ചാൽ തോന്നുന്നത്. സമദിനെയും ഓലൊക്കെ പാടെ പറഞ്ഞതാണത്. അപ്പോൾ ആ ഒരൊറ്റ പറയൽ കൊണ്ട് ഇങ്ങോട്ട് ഈറടിച്ചിരിക്കുകയാണ് കുഞ്ഞാമീനെ. അതാ കുഞ്ഞാമ്മ പറയുന്നത് കേട്ടോളി. ഇനി പറയട്ടെ കുഞ്ഞാമ്മ, ബാക്കിയും പറയട്ടെ. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, അയാള് ഇമാതിരി തോന്നിവാസമൊക്കെ നടത്തിയപ്പോ നമ്മളതെടുത്ത് പുറത്തു വിട്ടു. അതിനൊന്നും പ്രാമാണികമായി പ്രതിരോധിക്കാനും പ്രതികരിക്കാനും കഴിയാതെ നിരായുധരായപ്പോ അയാൾ ചെയ്ത പണി കേൾക്കണോ? ഏറ്റവും നാണം കെട്ട ഏർപ്പാട്. എന്താ നിങ്ങളെ തൊലിക്കട്ടിയുടെ ഊക്കന്ത കാണ്ടാമൃഗം പോലും നാണിച്ച് മാറി നിൽക്കും. നിങ്ങളെ മുമ്പിൽ വന്നിട്ട് നമിക്കത്. കണ്ടാമൃഗം അതുപോലത്തെ ഏതാണോ വലിയ സാധനം എന്ന് വെച്ചാൽ അത് നമിക്കുക ആരെ എന്നുള്ളത് ഈ പ്രസംഗം കേട്ടിട്ടൊന്ന് പറയുന്നത്. സാക്ഷാൽ കാന്തപുരനെ പറ്റി ഇപ്പൊ പറഞ്ഞെന്തറിയോ? AP ഉസ്താദ് ഔല്യ മാത്രമല്ല അമ്പിയാക്കളുടെ കൂട്ടത്തിലും മൂപ്പര് ഉണ്ട്. അമ്പിയായിന്റെ കൂട്ടത്തിലും മൂപ്പരുണ്ട്. അത്രേ പറഞ്ഞോട്ടെ, അവർ തന്നെ പറയട്ടെ. ഇത് ഇനി പറയാൻ പോണേ കുഞ്ഞേമാട്ടോ. ഇനി പറയാൻ പോണേ കുഞ്ഞേമതാ.
കാരണം പറഞ്ഞുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്നിട്ട് ഇങ്ങോട്ട് പറയാണ് എന്നതുപോലെ തന്നെ അതിൽ ചെന്നിട്ട് അങ്ങനെ തന്നെയാണ്. ഇതിൽ ഔലിയല്ല, അമ്പിയാക്കളിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹ്, പിന്നെ അമ്പിയാക്കളിൽപ്പെട്ട ആളാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിയാണ് ആര്, ഈ ഹൈവാന്, ഈ തൊലിക്കട്ടി കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള ചങ്ങായി ഉണ്ടല്ലോ ഓന്. അപ്പോൾ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന് നോക്കി. മഹാനരായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് മടവൂർ ശൈഖുലയുമായുള്ള ബന്ധം അവിടുന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത, അവിടുന്ന് ഞാൻ അവരെ വലിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ, ഇനി എന്നെ കാണുന്നതിന് പകരം നിങ്ങൾ ഇവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, അവർ അമ്പിയാക്കളിലും ഔലിയാക്കളിലും പെട്ടവരാണ് എന്ന് മടവൂർ ശൈഖുന പറഞ്ഞ, ഞാൻ കിടക്കുന്ന സിയം അവർ നടക്കുന്ന സിയം എന്ന് മടവൂരി ശൈഖുന പറഞ്ഞ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അസ്ഹാബുൽ വഖ്തുകളായ ഔലിയാക്കളുടെ രാജാക്കന്മാരായ കുലപതികളായ മശായിഖന്മാരെ ഹളറത്തുകളിൽ ഇന്നും മഹാനരായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് പോകുന്നു, ആ ബന്ധം തുടർത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ സഹോദരൻ സഖാഫിനെ പ്രസംഗിക്കുന്നത്? ആ മൗലവി ഈ സഖാഫി തന്നെയാണ് ഇനിയിപ്പോൾ അടുത്തതൊക്കെ പ്രസംഗിച്ചിരുന്നത്. ഇപ്പോൾ സ്വഹാബത്തിലുണ്ട്, അമ്പിയാക്കളിലുണ്ട്, മുർസലീങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെ, ആ കാന്തപുരം ഉസ്താദിനെ ഇപ്പോൾ അത്രയും താറടിച്ച് കണ്ടോ തന്നെ പറയുന്നുണ്ട്. കാരണം മടവൂർ അവനോട് വന്ന് പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. മടവൂരവർക്ക് കൊടുത്ത വഴി ഇജാസത്ത് പിന്നെ എന്താണ് ഇൽഹാമ് പ്രകാരം എന്താ അറിയില്ല, ഏതായാലും ഇപ്പം ഇന്ന് മാറിയിരിക്കണം കേട്ടോ, പിന്നെ അതിന് മാറിയിരിക്കണം. ഇനിയിപ്പോൾ എ.പി. ഉസ്താദിനെ ചീത്തല്ല. അപ്പം കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഇവനാണോ അല്ലേന്ന് നിങ്ങളോട് മനസ്സിലാക്കിയാൽ മതി, അതിന് വേണ്ടിയിട്ടാ ഞാൻ കേട്ടോ. ബാക്കി പറയട്ടോ. പറയാണെന്തെന്ന് ഒന്നിനും മറുപടി പറയാതിരുന്നപ്പോ പച്ച നുണ പറഞ്ഞിട്ട് ഞങ്ങളെ ഉസ്താദുമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുക. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ് ഈ നാട്ടുകാരനല്ലേ? ഉസ്താദും ഞങ്ങളെ വന്യരായ ഹസനി ഉസ്താദും വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോകാതെ ജുമുഅ നഷ്ടപ്പെടുത്തി ഈ കീശേരിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സമീപത്തുള്ള ഒരു പ്രദേശത്ത് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് പോകാതെ മൗലിദിൽ പങ്കെടുക്കുന്നവരാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൗലിദ് ഉച്ചക്ക് 2 മണി വരെ നീണ്ടു നിൽക്കുന്ന മൗലിദിൽ ജുമുഅ നഷ്ടപ്പെടുത്തി പോകുന്നവരാണ് അൻവരി ഉസ്താദും അഹ്സനി ഉസ്താദും. അൻവരി ഉസ്താദിനെ മനസ്സിലായില്ലേ? പമ്പൈസ് മൂല്യരേ, പമ്പൈസ്, നമ്മളെ പമ്പൈസ് മൂല്യരും അതുപോലെ തന്നെ ന്യൂസ്, പിന്നെ അഹ്സനി ഉസ്താദാണ് നമ്മളെ നൗസുമായി, നമ്മളെ നൗസു കാട്ടുകളുടെ ഖലീഫ വാഹിദ്. ഇനിയിപ്പോൾ പറയണത് കേൾക്കുക, ബാക്കി പറയണത് നോക്കാം നമുക്ക് എന്താണ്. അതാണ് ഇവൻ്റെ തൊലിക്കട്ടി, കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഈ പോത്തിനാണോ വേറുള്ളവർക്കാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടി പിന്നെ ഇത് ചെയ്തത് കേട്ടോ. ഈ മുട്ടിപ്പടിയിലെ മഅദിനിൽ വെച്ച് ഒരു മുതഅല്ലിമിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയ ആ സുലൈമാൻ ഫൈസി എന്ന് പറയുന്ന വ്യക്തി ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിച്ച് പോയ നൗസാദിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു. വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടുകൂടെ വെല്ലുവിളിക്കുന്നു. നൗസാദ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിച്ച് പഠിച്ചു. അതുകൊണ്ടൊന്നും കാര്യമില്ല മോനെ, അതിനൊന്നും കൈസ് വാതിലുറക്കൂല. മനസ്സിലായ എനിക്ക്? ഈ ജന്തത്തിൽ വെല്ലുവിളി നടത്തുന്നത്. കാരണം പിന്നെ ജനനത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോ, ജനനത്തിൽ പ്രശ്നം ആരുടേതിലാണെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെ ഇമാം ഹറമൈനി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്രം നോക്കുമ്പോൾ ശരിക്കും എൻ്റെ ജന്മത്തിൽ പ്രശ്നമുണ്ട്, ഇമ്മാനോട് രഹസ്യമായിട്ടൊന്ന് പോയി ചോദിച്ചു നോക്കുന്നത് നല്ലതാണ്. അല്ല അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞങ്ങൾ എടുത്ത് എന്നുള്ളത് അത് നല്ലതാണ്. കാരണം ഞങ്ങൾ ഇമാം ഹറമൈനിൻ്റെ ചരിത്രം വായിച്ച് നോക്കിയ കൂട്ടത്തിൽ എൻ്റെ ജന്മത്തിൽ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അല്ല ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഇനി ജനങ്ങൾ വേറെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അമ്മാനെ. കാരണം അങ്ങനെ ഒരു ചരിത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇവൻ്റെ ജന്മത്തിൽ പ്രശ്നമായതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു പണ്ഡിതനെ ഇനി കണ്ടോളിങ്ങൾ, ഖലീൽ ബുഖാരി തങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ എല്ലാവരും പറയും സത്യമായിട്ടും എൻ്റെ ജന്മത്തിൽ പ്രശ്നമുണ്ട്. കേട്ടു നോക്കാം നമുക്ക്, ബാക്കി പറയട്ടെ. പറഞ്ഞവരുണ്ടോ? ഞാൻ പറഞ്ഞാ പോരടോ, ഞാൻ പറഞ്ഞാ പോരാ. അൻവരി ഉസ്താദ് അവിടെ പങ്കെടുത്ത, അഹ്സനി ഉസ്താദ് അവിടെ പങ്കെടുത്ത തെളിവെവിടെ? എന്താ കുഞ്ഞേമ ഇജ്ജി പറയുന്നത്? ഇജ്ജെവിടെ ജുമാഴക്കുവാല്? ഇജും നൗസാദും പിന്നെ എൻ്റെ കാട്ടുകള്ളനും എൻ്റെ ഈ പിന്നെ പമ്പൈസ് മൗലൂരും എടുക്കുക ജുമാഴക്കുവാല്. നിങ്ങൾ പിന്നെ ഈ പിന്നെ അവിടെ ചെന്നുകാണ്ട് മൗലൂദ് ഓതിയാണ്ട് കുത്തരുന്ന് നല്ലോണം ബാറാക്കി പള്ളിയിൽ നിറച്ച് കണ്ട് ചോറും വെച്ച് അവിടെ കിടന്നുറങ്ങലല്ലേ? 2 മണിക്ക് പരിപാടി കഴിഞ്ഞാണ്ട് സാധാരണ ഉള്ളതല്ലേ?
ജുമാക്ക് പോലല്ലോ നിങ്ങള്, ജുമാക്ക് പോകാത്തോലല്ലോ നിങ്ങളെ ത്വരീക്കത്തിൽ എങ്ങനെ കൂടെ മനുഷ്യന്മാര്? രേഖ എവിടെ? നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് പച്ച നുണ പറയാമെന്ന്. ഇതിപ്പോ നോണൊന്നുമല്ല, അവിടെ നിന്നല്ല എവിടെയും പോലില്ല നിങ്ങൾ ജുമാക്ക്. ഇജെന്നാ പോണ പള്ളി എന്ന് പറയാ, ജുമാക്ക് കൂടുന്ന പള്ളി എന്ന് പറഞ്ഞാൽ എവിടെ ജുമാക്ക് കൂടുള്ളു? ഇജും ജുമാക്ക് പോലില്ല, പിന്നെ സമതും ജുമാക്ക് പോലില്ല, അതുപോലെ തന്നെ നൗഷാദും ജുമാക്ക് പോലില്ല. പിന്നെ കാട്ടുകള്ളം പിന്നെ കാട്ടിലാണല്ലോ, കാട്ടുകുത്തിരിക്കുകയാണല്ലോ, ജുമായൊന്നും വേണ്ടല്ലോ. എത്ര വയസ്സായി കാക്കങ്ങൾക്ക് കണ്ണാടിയിലൊന്ന് നോക്കിക്കൂടെ? ഇന്ന് നിരക്കാൻ ബാക്കി വല്ലതും ഉണ്ടാ? അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോളാനായിട്ടില്ലേ? ഇതൊക്കെ പറയണത് ആരോ അറിയാം, മറ്റേ വാപ്പാനേക്കാട്ടിൽ വയസ്സുള്ള വലിയൊരു പണ്ഡിതനാണ് ഓനീ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ പറയൽ ആരാണ് എന്നറിയോ? ഇമാം ഹറമൈനി തങ്ങൾ പറഞ്ഞ ഒന്നിരിക്കലും മെൻസസിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ വെയിലിയാടി ഉണ്ടാവണം. ഈ രണ്ട് രൂപത്തിൽ ഉണ്ടായ ആൾക്ക് ഒരു പണ്ഡിതൻ എങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇമാം ഹറമൈനിന്റെ ചരിത്രത്തിലുണ്ട്. എന്നിട്ട് ഈ കള്ളത്തരം പറയും നിർത്തുന്നില്ല ഞങ്ങള്? പാച്ച നോണ. അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ വിഷയങ്ങൾ പറയുന്ന ഉലമാഇനെ കുതിര കയറുകയാണ്. അള്ളാന്റെ ദീനിന്റെ പിന്നെ ഇതിനെ ഉലമാഇനെ ചീത്ത പറയുന്നത്. എന്ത് ഉലമായുടെ ഞങ്ങൾ ഇജുള്ളത്? എന്ത് ഉലമ എൻ്റെ അടുത്തുള്ളത്? ഇജും കുഞ്ഞാമതും അല്ല ഇജും സമതും പിന്നെ മറ്റേ നൗഷാദും പറഞ്ഞുകൊണ്ട് നടക്കണതോ? അവിടുന്ന് എന്താ പണി വെച്ചിട്ട് നിവാസം പറയുകയോ? തെളിവ് കൊണ്ടുവാടോ, തെളിവ് കൊണ്ടുവാ. എടോന്നൊക്കെ വിളിക്കുന്നത് ആ പ്രായം ചെന്ന പണ്ഡിതനെ കേട്ടോ. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ചതിന് കൃത്യമായ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ലീഹംസത്തുൻ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഇതൊക്കെ പറഞ്ഞുകാണ്ട് നിങ്ങൾക്കെതിരെ എന്ന് പറയണ്ട, നിനക്കെതിരെ എന്ന് പറയണ കുഞ്ഞേമേ. അതിന്റെ ആവശ്യം നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. ഹുസൈനാരി തങ്ങൾ ആത്മഹത്യാപരമായ സമീപനം സ്വീകരിച്ചവരാണെന്ന് നിങ്ങൾ പറയുന്ന ശബ്ദം, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഹാജരാക്കിയിട്ട ഞങ്ങളെ ചോദ്യം ഇതോ, ഇത് ഉളുപ്പില്ലാതെ വായിൽ വന്നൊക്കെ വിളിച്ചു എത്ര പോരൂല ചങ്ങായി കാക്കങ്ങള്. ഒരു ആദർശ മുന്നേറ്റം എന്നുള്ള പ്രസംഗം വെച്ചുകൊണ്ടാണ് ഇക്കാര്യം ഹമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇത്ര പോരൂല ചങ്ങായി കാക്കങ്ങള് എന്തൊക്കെയോ പറയുന്നത്. ഇത്തരം ഒരു വൃത്തികെട്ട മനുഷ്യൻ റബ്ബുൽ തമ്പുരാനെ ഇപ്പൊ മെൻസസിലുണ്ടായതാന്ന് തോന്നുന്നുണ്ട്. ആ ചുമരമന്ത്രി വരച്ചോക്ക് എത്ര നീളുണ്ട്, ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്ന പറഞ്ഞമാതിരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. നഊദു ബില്ലാഹ്. ആരെയും പറയുന്നറിയോ മുട്ടിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കണത് ആരെ അറിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖലീൽ ബുഖാരി തങ്ങളെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇവനൊക്കെ എന്താണ് ഇവൻ്റെ ആഖിർ, പിന്നെ ഇവൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇവൻ ആദ്യം പറഞ്ഞത് AP ഉസ്താദിനൊക്കെ സ്വഹാബത്തിലും പിന്നെ അസ്വഹാബിലുമൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതിന് ഇങ്ങനത്തെ കള്ളന്മാർ അടുപ്പിക്കരുത് എന്ന് പറയുന്നത് വെറുതൊന്നുമല്ല. ഇപ്പോൾ ഖലീൽ ബുഖാരി തങ്ങളൊക്കെ എന്തൊക്കെ മുന്നേ പറഞ്ഞിരുന്നത് അറിയാം പ്രസംഗത്തിൽ. ഇപ്പോൾ ഖലീൽ തങ്ങളെ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഈനാമ്പട്ടിക്ക് മുട്ടിപ്പടി കൂട്ട് എന്ന് പറഞ്ഞിട്ട് ഖലീൽ ബുഖാരി തങ്ങളെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പൊന്നാര കുഞ്ഞേമേ, ജീവൻ പോണ്ട എനക്ക്, മരിക്കണ്ടേ എനക്ക്, മരിക്കണ്ട കുഞ്ഞേമേ, മരിക്കണ്ടേ. ഈ സ്ഥാപനത്തിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനങ്ങളെ, അന്നെ കേട്ടുകൊണ്ട് നല്ലവരായ ഒറ്റ ജനങ്ങളും ഇരിക്കൂല. എന്നിട്ടല്ലേ നല്ലവരായ ജനങ്ങളെ എന്ന് വിളിക്കുന്നത്. ഇവര് പറയുന്നത് ദീനല്ല കേട്ടോ. ഇവര് മശായിഖന്മാർക്കെതിരെ, ഔലിയാക്കൾക്കെതിരെ ഹുസൈനാരി തങ്ങളെ പച്ചയായി പരിഹസിച്ചവന്, ആത്മഹത്യ ചെയ്തവനാണെന്ന അപകടകരമായ ആരോപണം ഉന്നയിച്ച ഈ ഫൈസിക്കും അയാൾക്ക് ഉപ്പും ചോറും കൊടുത്ത് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുട്ടിപ്പടിത്തങ്ങളും അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം, അതിന് 1 രൂപ നിങ്ങൾ ചെലവഴിച്ചാൽ മഹ്ശറുണ്ട്, ആഖിറമുണ്ട്. വരുന്നവിടെ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നാര പൗത്രൻ മുത്തുനബിയുടെ പൊൻവിതൃമ്പ ചുണ്ടുകളിൽ നിന്ന് ഒരുപാട് ചുട്ടുചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച സയ്യിദുനാ ഹുസൈൻ. ഹുസൈനാര് തങ്ങൾ വരും. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകൾക്കും നിങ്ങളവിടെ ഹിസാബ് പറയേണ്ടി വരും, മറന്നു പോകണ്ട.
അത് കൃത്യമായിട്ട് ഒരു പറഞ്ഞോളൂ. അതിനൊന്നും ഇജ്ജ് ബേജാറാണ്ട കുഞ്ഞേമേ. ഇജ്ജ് കളിയാക്കിയത് ആരാരിച്ച്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഖലീലുൽ ബുഖാരി തങ്ങളെയാണ്. അത് റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ്. ആ തങ്ങളെയാണ് ഇജ്ജ് പരിഹസിച്ചത്. ആർക്ക് വേണ്ടിയിട്ട് അറിയോ? എൻ്റെ കാട്ട് കള്ളന് വേണ്ടിക്കൊണ്ട്. കുഞ്ഞേമേ, അള്ള പൊറുക്കൂലട്ടോ, അള്ള പൊറുക്കൂല. തങ്ങൾ പൊറുത്താലും അള്ള പൊറുക്കൂല, ആര് പൊറുത്താലും അള്ള പൊറുക്കൂല. ഇജ്ജ് കണ്ടോ, നിന്റെ ആഖിറം കണ്ടറിയേണ്ടി വരും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതുപോലത്തെ കാട്ടുകള്ളന്മാരിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ആഖിറമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സാദാത്യങ്ങളെ വിചാരിച്ചുകൊണ്ട്, ആലിമീങ്ങളെ വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലത്തെ കള്ളത്വരീക്കത്തിൽ കൂടിപ്പോകരുത് എന്നാണ് വിനയഭാഷയിൽ സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്. കാരണം അത്രയും കാട്ടുകള്ളന്മാരാണ്. ഇവർക്ക് വെറുത്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുക? ആരെയും എന്തും പറയും. അവരെ ഉമ്മാനെയും പറയും, അവരെ ബാപ്പാനെയും പറയും, അവർക്കുള്ള സ്വന്തം ആൾക്കാരൊക്കെ പറയും. മാത്രമല്ല ഷെയ്ഖിന് വേണ്ടിക്കൊണ്ട് അവരെ ഭാര്യനെ കൂട്ടിക്കൊടുക്കും, അവരെ മക്കളെ കൂട്ടിക്കൊടുക്കും, അവരെ ഉമ്മാനെയും കൂട്ടിക്കൊടുക്കും, ഓരോ പെങ്ങന്മാരെയും കൂട്ടിക്കൊടുക്കും. അതാണ് ഓരുടെ പരിപാടി. അത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും ഇവർ പറയുന്നതോ ഇവർ ചെയ്യുന്നതോ അതൊന്നും ദീനിൻ്റെ അലകത്ത് അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവരോടൊപ്പം ഒരു കാരണവശാലും ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ ആളുകളും പിന്തുടരരുത്. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇവർ കാന്തപുരം ഉസ്താദിനെ പറയലോടുകൂടെ എന്നോട് തന്നെ എട്ട് പത്തോളം ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞതായിട്ട് എന്നോട് പറഞ്ഞിട്ട് തന്നെയുണ്ട്. കാരണം ഉസ്താദിനെ പറയലോടുകൂടെ ഖലീൽ ബുഖാരി തങ്ങളെയും അതുപോലെ നേതൃത്വത്തിനെയും പറയലോടുകൂടെ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളത് മെസ്സേജുകളിലൂടെ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിപ്പോയി. പറഞ്ഞൂട് കുഞ്ഞേമേ നൗഷാദേ കാന്തപുരത്തെയും